യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കണ്ടോ, ഇപ്പോഴും അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെ. ഇതിനൊക്കെ കാരണം നീയും നിന്റെ വീട്ടുകാരുവാ. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ ഇന്ദ്രേട്ടനെ പറയുന്നേ? നീയൊക്കെ എന്റെ അമ്മയെ അവഗണിച്ച് നാണം കെടുത്തിയതുകൊണ്ടല്ലേ അമ്മ ഇറങ്ങിപ്പോയത്. അനു, വീണ്ടും നല്ല പിള്ള കളിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇന്ദ്രേട്ടാ, ഞാൻ പറയുന്നത്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇന്ദ്രേട്ടനൊന്ന് സോനയെ വിളിച്ചു നോക്ക്. ആ, അത് ശരിയാ. എന്താ എന്റെ അമ്മയുടെ അവസ്ഥ എന്നൊന്നും അറിയാലോ. ഇന്ദ്രേട്ടനാണല്ലോ. ഏട്ടാ, മോളെ, നീ എവിടെയാ? ഞാൻ ജോലി സ്ഥലത്ത് ഏട്ടാ. അമ്മയുടെ കാര്യം അറിയാനാവൂലേ ഏട്ടൻ വിളിച്ചത്? അതെ, ഞാൻ കുറെ സമയം വിളിക്കുന്നു. അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അമ്മ മാനസികമായി ആകെ തളർന്നിരിക്കേട്ടാ. ആഹാരം പോലും കഴിക്കുന്നില്ല. അമ്മയെ തനിച്ചാക്കി ഇങ്ങോട്ട് വരാൻ മനസ്സുണ്ടായിട്ടല്ല ഏട്ടാ. പിന്നെ വരാണ്ടിരിക്കാൻ കഴിയാത്തോണ്ടാ ഞാൻ ജോലിക്ക് വന്നത്. മറ്റുള്ളവർ ചെയ്ത തെറ്റിന് അമ്മ എന്തിനാ മോളെ എന്നെ ശിക്ഷിക്കുന്നത്? അമ്മ ഞാൻ വിളിക്കുമ്പോൾ സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടാവുമെന്ന് മറ്റാരേക്കാളും അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അതോർത്ത് ഏട്ടൻ വിഷമിക്കണ്ട. നമ്മുടെ അമ്മയുടെ സ്വഭാവം ഏട്ടൻ അറിയാവുന്നതല്ലേ. ഇന്ദ്രേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു പൊടിക്കൈ കാര്യം ഉണ്ടായ പോലും അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല. അങ്ങനൊരു വാശിയായി ഇതിനെയും കണ്ടാ മതി. ആ, ഞാൻ ഏതായാലും ഇപ്പൊ തന്നെ അങ്ങോട്ട് വരുവാ. അതൊന്നും വേണ്ട ഏട്ടാ. ഇപ്പൊ ഏട്ടൻ അവിടെ ഉണ്ടാവേണ്ടത്. ഏട്ടത്തിയുടെ സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമയത്ത് തനിച്ചാക്കി പോരുന്നത് ശരിയല്ല. എനിക്ക് അതിലൊക്കെ വലുത് എന്റെ അമ്മയാ. അമ്മ അങ്ങനെ വേദനിച്ചിരിക്കുമ്പോ ഞാൻ എങ്ങനെ ഇവിടെ സമാധാനമായിട്ടിരിക്കും? ഞാൻ പറയുന്നത് കേൾക്കിന്ദ്രേട്ടാ. ഇപ്പോഴത്തെ അവസ്ഥയില് ഏട്ടൻ അമ്മയെ കാണാത്തതാ നല്ലത്. അമ്മയെ കണ്ട കൂടുതൽ പ്രശ്നങ്ങൾ ആവത്തേ ഉള്ളൂ. അമ്മ ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് വന്നാ മതി. എന്നാലും സോനെ, ഞാനല്ലേ പറയുന്നത്. ഏട്ടൻ സമാധാനിക്ക്. അമ്മയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ ഏട്ടത്തിയുടെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്ക. ശരി. ആ, ഏട്ടത്തിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നീ അതൊക്കെ വിട്. നീ അമ്മയെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അമ്മ വാശി പിടിച്ച് ഭക്ഷണം കഴിക്കാതിരുന്നാലും നീ നിർബന്ധിച്ച് കഴിപ്പിക്കണം. മരുന്ന് മുടക്കരുത്. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സമാധാനായിട്ടിരിക്കെ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഏട്ടനെ വിളിക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കില്ല. ശരി. പാവ ഏട്ടൻ. ചായ കുടിക്ക്. സോനയുടെ അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും ഞങ്ങൾ പറഞ്ഞതൊക്കെ ബോധ്യപ്പെട്ടെന്ന് വിചാരിക്കല്ലേ? അല്ല, എനിക്ക് മാത്രം ബോധ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. സോനയ്ക്ക് ഇന്ദ്രനൊക്കെ കാര്യങ്ങൾ മനസ്സിലാവണം. ഇവരാണ് ഇപ്പൊ വരുമെന്ന് പറഞ്ഞേ? അല്ല, ഇത് വേറൊരാളാ. ഇത് ഹർഷ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഹർഷയോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോ ഹർഷയ്ക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. മാഡത്തിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. നമുക്കിപ്പോ തന്നെ എല്ലാം ക്ലിയർ ചെയ്യാം. ഡൗട്ടൊന്നുമില്ല. എന്റെ ഹസ്ബൻഡ് കുറെ വർഷം ഗൾഫിൽ വർക്ക് ചെയ്ത ആളാ. ഇത്തരം കോടികളുടെ ലക്കി ഡ്രോയെ കുറിച്ചൊക്കെ എനിക്കറിയാം. കേരളത്തിൽ ചിലർക്കൊക്കെ അത് അടിച്ചതായി കേട്ടിട്ടുണ്ട്. അതെ അതെ, സാധാരണ ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികള് 4-5 പേര് ചേർന്നാ ഇത്തരം ടിക്കറ്റുകൾ എടുക്കുന്നത്. പക്ഷെ ഇത് ശ്യാം ഒറ്റയ്ക്കെടുത്ത ടിക്കറ്റാ. ഓ, അത് തട്ടിയെടുക്കാനാ അവന്റെ പാർട്ട്ണർമാർ ശ്രമിച്ചത്. ഓക്കെ, ശ്യാമിന് ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് സോന ശ്യാമിനെതിരെ ഡിവോഴ്സ് നടപടിയുമായി പോകാതിരിക്കുകയാണ് വേണ്ടത്. പിന്നെ ശ്യാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും. അവൻ ഭാര്യയും കുഞ്ഞുമൊത്ത് ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുള്ളതിന്റെ തെളിവും കൊടുക്കണം. ചിലപ്പോൾ സോനയും കുഞ്ഞും കൂടി സമ്മാനം വാങ്ങാൻ
ശ്യാമിന്റെ കൂടെ അങ്ങോട്ട് പോകേണ്ടിയും വരും. ആ ആ ഓക്കെ, അതൊക്കെ ഞങ്ങൾ ചെയ്യാം. പക്ഷേ 24 കോടിയുടെ സമ്മാനം കൈപ്പറ്റിയ ശേഷം ശ്യാം പഴയതുപോലെ വീണ്ടും സോനെ ഉപേക്ഷിച്ച് പോവില്ലെന്ന് എന്താ ഉറപ്പ്? ആ അതെ, അവന് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല. കയ്യിൽ കാശ് വരുമ്പോ അവന്റെ സ്വഭാവം മാറും. പണ്ടും അവൻ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിങ്ങൾ പറയുന്നത് ശരിയാ. എന്റെ മകൻ നിങ്ങളോടൊക്കെ വലിയ നന്ദികേടാ കാണിച്ചത്. അതിനുള്ള ശിക്ഷ അവന് കിട്ടി. ഇനി ശ്യാം അങ്ങനെയൊന്നും ചെയ്യില്ല. അവനിലുണ്ടായ മാറ്റം സോന കാണുന്നതല്ലേ. ഇനി അവനുള്ളതെല്ലാം സോനയ്ക്കും കുഞ്ഞിനുള്ളതല്ലേ. അവരെ വിട്ട് അവനെ എങ്ങും പോവില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും സോന ശ്യാമിനെ സ്വീകരിക്കാൻ പോകുന്നില്ല. അവൾക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ ജീവിതത്തിൽ ഒരിക്കലും വേണ്ടെന്നും പറഞ്ഞാ ഇരിക്കുന്നേ. അതെ, കോടികൾ കാണിച്ചാലൊന്നും സോന ഇനി ശ്യാമുമൊത്ത് ജീവിക്കാൻ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ശ്യാമിന് ലഭിച്ച ലക്കി ഡ്രോയുടെ സമ്മാനം അവന് കൈപ്പറ്റാൻ വേണ്ടി മാത്രം സോനയെ കൊണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ വേണേൽ ചെയ്യിക്കാം. ആ പക്ഷേ ലഭിക്കാൻ പോകുന്ന സമ്മാനത്തുകയുടെ കാര്യത്തില് ഞങ്ങൾ ഒരു എഗ്രിമെന്റ് വെക്കും. ആ അത് നിങ്ങൾ അംഗീകരിക്കണം. ആ നിങ്ങൾ എന്ത് എഗ്രിമെന്റ് വെച്ചാലും ഞാൻ അതിന് തയ്യാറാ. എനിക്ക് വേണ്ടത് എന്റെ മകനെയാ. അവനെ പഴയതുപോലെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവന്റെ പണം മുഴുവൻ നിങ്ങൾക്ക് തരാം. അല്ലെങ്കിലും അവനുള്ളതെല്ലാം അവന്റെ കുഞ്ഞിനുള്ളതാണല്ലോ. സോന അവനെ സ്വീകരിച്ചില്ലെങ്കിലും ശ്യാമിന്റെ സ്വത്തിന് അവന്റെ കുഞ്ഞിന് അവകാശമില്ലാതാകുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് എഗ്രിമെന്റിന്റെ കാര്യത്തിൽ ഒരു ധാരണയുണ്ടാക്കി നിങ്ങളെ അറിയിക്കാം. ആ. എന്നിട്ട് നമുക്കൊന്നുടന്നിരിക്കാം. എന്താ ആന്റി? അതെ, അത് സോനയോട് ഞാനും സംസാരിച്ച് അവളുടെ മനസ്സ് ഞാനൊന്ന് അറിയട്ടെ. അല്ല, അവള് കൂടെ നിൽക്കണമല്ലോ. അതെ, സോന മനസ്സ് വെച്ചാലേ എന്തുകൊണ്ടും എന്റെ മോനെ രക്ഷിക്കാൻ പറ്റും. സോനയുടെ അമ്മയ്ക്ക് അവളെ മാറ്റിയെടുക്കാനും പറ്റും. നിങ്ങൾ എന്നാ ഇപ്പൊ പോയിക്കോ. ബാക്കിയെല്ലാം ഞങ്ങൾ തീരുമാനിച്ചിട്ട് അറിയിക്കാം. ശരിയെന്നാ. ശരി. ശരി. ഇതുകൂടെ കഴിക്കും. ഒരു ദിവസം എന്തോരം ടാബ്ലറ്റാ ഇന്ദ്രേട്ടാ? ഇതൊക്കെ എപ്പോഴാ തീരുന്നേ? 3 ദിവസം കൂടെ കഴിച്ചാൽ മതി. എന്നാ അത് കഴിഞ്ഞ് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാനുള്ളതല്ലേ. മോനെ, എന്റെ മക്കളെ, ഭാനു അമ്മയ്ക്ക് കാല് വയ്യ. ഞാൻ കിടന്നു പോകുന്ന തോന്നേ. ഭാനു മീനി ഒന്നും ചെയ്യണ്ട, റെസ്റ്റ് എടുത്തോ. കഴിക്കാൻ വേണ്ടതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വരുത്താം. ഞാൻ ഇന്നലെ വീട്ടുജോലിക്ക് പോകുന്ന 2-3 പേരോട് തിരക്കി, കുറച്ച് ദിവസം ഇവിടെ ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന്. ആർക്കും സമയമില്ല, എല്ലാവർക്കും വലിയ ഡിമാൻഡാ. അനു, പ്രദീപ വാ. അനുചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, റെസ്റ്റില്ല. അല്ല, നീ എങ്ങനെ അറിഞ്ഞേ? ഇന്നലെ രാത്രി പ്രശോഭേട്ടനാ പറഞ്ഞത്, അല്ലാതെ ഞാനെങ്ങനെ അറിയണേ ചേച്ചി? ആ മോളെ പ്രതിഭേ, ഫ്ലാസ്കിൽ ചായ ഇരിപ്പുണ്ട്, മോള് തന്നെ പോയി എടുത്തു കുടിക്കണം. ഭാനുമ്മയ്ക്ക് കാലും കൊണ്ട് വയ്യ. തൽക്കാലം ഇവിടെ സഹായത്തിന് ഒരാളെ വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കായിരുന്നു ഞങ്ങള്. പക്ഷെ ആരും കിട്ടാനില്ല. സഹായത്തിന് ഞാൻ മതിയോ സർ? മതി. എടുത്തി വയ്യാതിരിക്കുമ്പോ പാചകം ചെയ്യാൻ കയറിയോ? വെറുതെ ദേഹവിളയ്ക്ക് ആരോഗ്യം കളയണ്ടാട്ടോ. ഏട്ടനും ഇതിന് സപ്പോർട്ടാണല്ലേ? വീട്ടുജോലിക്കാരെയും കിട്ടാനില്ലെങ്കിൽ ആഹാരം കുറച്ചു ദിവസം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ പോരായിരുന്നോ? ഭാനുമ്മയ്ക്ക് വയ്യായിരുന്നപ്പോ ഫുഡ് വെളിയിൽ നിന്ന് വരുത്താന്ന് ഞാനും പറഞ്ഞതാ. പക്ഷേ പെട്ടെന്നാണ് തീരുമാനം മാറ്റിയത്. ഈ ഫുഡ് ഞാനുണ്ടാക്കിയതാണെന്ന് സത്യനെങ്ങനെയാ മനസ്സിലായേ? ഭാനുമ്മ ഉണ്ടാക്കിയ ഈ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ വേറെ ആരോട് ആഹാരം ഉണ്ടാക്കാനില്ലല്ലോ. അപ്പോ ഫുഡ് ഇഷ്ടപ്പെട്ടല്ലേ?
അതുകൊണ്ടല്ലേ പറഞ്ഞത്. അപ്പോ ഏട്ടത്തി അല്ലേ ഇത് ഉണ്ടാക്കിയത്? അല്ല, എന്റെ ആരോഗ്യം നേരെയാവുന്നവരെ എന്നെ സഹായിക്കാൻ തയ്യാറായി ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. ആര്? പ്രതിഭ. എടാ, നീ കഴിക്കാതിരിക്കൊന്നും വേണ്ട. ഇനി കുറച്ചു ദിവസത്തേക്ക് പ്രതിഭയായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏട്ടൻ ഇത് എന്തു ഭാവിച്ചാ? പ്രതിഭയെ പോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയെ കൊണ്ട് നമ്മുടെ വീട്ടുജോലി ചെയ്യിക്കുന്നത് ശരിയാണോ ഏട്ടാ? ഇന്ദ്രേട്ടനും ഞാനും ഒന്നും അവളോട് ആവശ്യപ്പെട്ടതല്ല സത്യ. എന്നെ കാണാൻ വന്നപ്പോ ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ട് പ്രതിഭ തന്നെ സ്വയം തീരുമാനം എടുത്തതാ. എന്നാലും നമ്മുടെ ഓഫീസിലെ ജോലി വേണ്ടെന്ന് വെച്ച് പോയതല്ലേ പ്രതിഭ? അതിന് കാരണം നീയല്ലേ. നിനക്കൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് കരുതി അവള് പോയത്. ഇനി നീ തിരിച്ചു വിളിച്ചാ പ്രതിഭ എപ്പോ വേണമെങ്കിലും ഓഫീസിൽ വരാൻ തയ്യാറാ. അതെ സത്യ, ആ കുട്ടിക്ക് നമ്മൾ കൊടുത്ത ജോലി വലിയൊരു ആശ്വാസമായിരുന്നു. അതിനുശേഷം വേറെ എവിടെ അവള് ജോലിക്ക് പോയതുമില്ല. ഇവിടെ വന്ന് എന്നെ സഹായിക്കാന്ന് വലിയ താല്പര്യത്തോടെയാ പറയുന്നത്. അപ്പൊ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്? അവള് രാവിലെ വന്നിട്ട് വൈകിട്ട് പോവും. ആ സമയത്ത് നീ കടയിലോ ഓഫീസിലോ ഒക്കെ ആയിരിക്കുമല്ലോ. പിന്നെന്താ? ഇത് എത്ര നാൾ തുടരാനാ പ്ലാൻ? പ്രതിഭയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവൾക്ക് വേറെ ഏതെങ്കിലും ഒരു ജോലി ആവുന്നവരെ അവൾ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ശമ്പളം കൊടുക്കാം. അനുവിനൊരു സഹായമാവില്ല. ഏയ്, അതൊന്നും ശരിയാവില്ല. അവൾക്കൊരു ജോലി ഇല്ലാത്തതാണ് പ്രശ്നമെങ്കിലേ ഓഫീസിൽ തിരിച്ചു കയറിക്കോട്ടെ. അല്ലാതെ വീട്ടു ജോലിക്ക് പ്രതിഭ നിർത്തുന്നത് ശരിയല്ല. ഇപ്പൊ നിർത്തിയിരിക്കുന്ന രവിയേക്കാളും ഭേദ പ്രതിഭ. ഒന്നുമില്ലെങ്കിലും ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുമല്ലോ. ഇവളെ തിരിച്ചു വിളിച്ച രവി അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാമല്ലോ. ആ, അത് നമുക്ക് ആലോചിക്കാം. നീ ആദ്യം പ്രതിഭയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്ക്. ശരി, പ്രതിഭയുടെ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞോളാം. മോളെ സോനെ, നീ ഉറങ്ങിയോ? ഇല്ല അമ്മയ്ക്ക് കിടക്കാറായില്ലേ? ആ, കിടക്കാം. കുറച്ചായിട്ട് ഉറക്കം തീരെ കുറവാ. ഓരോന്ന് ആലോചിച്ച് കിടന്ന് എപ്പോഴെങ്കിലും ഒന്ന് മയങ്ങിപ്പോയാലായി. അമ്മയ്ക്കിപ്പോ ഇത്രമാത്രം ആലോചിക്കാൻ എന്താ? അമ്മയെ അവഗണിച്ചവരെയൊക്കെ ഏട്ടൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? ഏട്ടന്റെ മനസ്സിപ്പോഴും അമ്മയുടെ കൂടെ തന്നെയാ. പിന്നെന്താ? എന്റെ ഇന്ദ്രന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല സോനെ. എന്റെ വേവലാതി മുഴുവൻ ഇപ്പം നിന്നെ സത്തിനെ ഓർത്തിട്ടാ. നിങ്ങൾ രണ്ടാളും ഭാഗ്യമില്ലാത്തവരൊന്നുമല്ല. ഏതോ സമയദോഷത്തിന്റെ പേരില് എന്തൊക്കെയോ സംഭവിച്ചു പോയതാ. അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് എന്താ കാര്യമേ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ആ, നിങ്ങൾ ചെറുപ്പമായതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ എന്റെ കാര്യം അതല്ലല്ലോ. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിന്റെ സത്യന്റെ ജീവിതം ഒന്ന് കര പിടിച്ച് കാണണമെന്നുണ്ട്. ഇപ്പൊ ഞങ്ങളൊരു കരക്കെടുത്തിരിക്കുക. വീണ്ടും ഞങ്ങളെ കയറ്റി തള്ളിയിടണം അമ്മയ്ക്ക്. നിനക്കെല്ലാം തമാശയാ. അല്ല, അതുപോട്ടെ, ശ്യാമിന്റെ അവസ്ഥ എന്താ? അവനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടാറായില്ലേ? വേണമെങ്കിൽ ഇപ്പൊ പോവാം. പക്ഷെ വീട്ടിൽ ശ്രദ്ധിക്കാൻ ആരെങ്കിലും വേണം. ഇനി ലഹരിയുടെ പിറകെ പോയാ പിന്നെ ഒരിക്കലും ശ്യാമിന് തിരിച്ചു വരാൻ കഴിയില്ല. അവനെ നോക്കാൻ അവന്റെ അച്ഛനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഈ നാട്ടിലാണെങ്കിൽ അവർക്കൊട്ട് സ്വന്തം വീടുമില്ല. അതാണ് ഒരു പ്രശ്നം. ഇവിടുന്ന് ഹൈദരാബാദിലേക്കാണ് കൊണ്ടുവന്നെങ്കിൽ 1 മാസം കൂടി ഇവിടുന്ന് ട്രീറ്റ്മെന്റ് തുടർന്നിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ല, അവനിപ്പം നിന്നെ എങ്ങനെയാ കാണുന്നേ? അല്ല, അവന് വീണ്ടും നിന്റെ കൂടെ ജീവിക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? ശ്യാമങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അമ്മേ. ഞാൻ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് ആദ്യമേ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോണ്ടാ ഞാൻ പോകുന്നത്. എന്നാലും അവന്റെ മനസ്സ് അങ്ങനെ ആവണമെന്നില്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ കുറിച്ച് അവൻ ചോദിക്കാറുണ്ടോ നിന്നോട്? എന്റെ അമ്മേ, എന്റെ കുടുംബകാര്യം ചർച്ച ചെയ്യാനല്ല ഞാൻ മനസ്സിൽ ജോലിക്ക് പോകുന്നത്. ഇതുവരെ ശ്യാമിനെ എങ്ങനെങ്കിലും അവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമ്മയ്ക്ക് എന്താ ഇപ്പൊ അവന്റെ കാര്യത്തിലൊരു സോഫ്റ്റ് കോർണർ? അത് ശ്യാമമോളെ കുറിച്ച് ഓർക്കുമ്പോഴാ
നമ്മുടെ കുഞ്ഞ് അച്ഛനില്ലാതെ വളരുന്നത് നമുക്ക് സഹിക്കാവുന്ന കാര്യമാണോ മോളെ? ശ്യാമ മോൾക്ക് അച്ഛനില്ലെങ്കിലും അമ്മയുണ്ട്. എനിക്ക് എന്റെ അച്ഛനെ കണ്ട നേരിയ ഓർമ്മ മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ട് അമ്മ എന്നെ വളർത്തിയില്ലേ? അതുപോലെ ഞാനും എന്റെ മോളെ വളർത്തും. ദയവേത് അമ്മ ഈ കാര്യം എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശ്രമമില്ലാതെ ജോലി ചെയ്താ ഞാൻ. വെറുതെ എന്തിനാ അമ്മ എന്റെ ഉറക്കം കൂടി കെടുത്തുന്നത്? സമയം ഒരുപാടായി, അമ്മ പോയി കിടക്കാൻ നോക്കും. ഗുഡ് മോർണിംഗ് സർ. ആ പ്രതിഭയോ? അതെ, സാറെന്താ എന്നെ മറന്ന പോലെ? ഏയ് അതല്ല, പെട്ടെന്ന് പ്രതിഭയെ കണ്ടപ്പോ. അനുചേച്ചിക്ക് വയ്യാതിരിക്കുമ്പോ സാറിന് താല്പര്യമില്ലെങ്കിലും ഞാൻ ഇവിടെ വരും. പ്രതിഭ ഇവിടെ വരുന്നതിന് ഞാൻ എതിരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ പ്രതിഭ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാ ചായ എടുക്കാതിരുന്നത്. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. പിന്നെ ചായ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ പ്രതിഭയുടെ ഒരു കാര്യം പറയണമെന്ന് കരുതി ഇരിക്കായിരുന്നു. എന്താ സർ? ഇനി മുതൽ പ്രതിഭ ഓഫീസിൽ വരണം. അത് സർ. എതിര് പറയരുത് മോളെ, നീ പോണം. അതെ, വേറെ ഒന്നും ഓർക്കേണ്ട കാര്യമില്ല. പിന്നെ പ്രതിഭ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാ, ഒരു അടുക്കള ജോലി ഒതുങ്ങേണ്ട ആളല്ല. ഇവിടെ വരുന്നതും അനുചേച്ചിയെ സഹായിക്കുന്നതും ഒരു ജോലിയായിട്ടല്ല, എന്റെ കടമയായിട്ടാ ഞാൻ കാണുന്നത്. ഇങ്ങനെ പറയാനുള്ള മോളുടെ മനസ്സ് അത് വലിയ കാര്യം തന്നെയാ. അതൊക്കെ ശരിയാ. പക്ഷെ ആ ജോലിയിലേക്ക് സ്വയം ഒതുങ്ങുന്നത് എന്തിനാ? നല്ലൊരു ഭാവി പ്രതിഭയുടെ മുന്നിലുണ്ട്. ഞാൻ കാരണമാണ് ട്രാവൽസിൽ വരാതിരിക്കുന്നതെങ്കിൽ അത് വേണ്ട. പ്രതിഭ വരണം, ഞാനാ പറയുന്നത്. ഞാൻ വരാം. പക്ഷെ അനുചേച്ചിക്ക് സുഖാവുന്നത് വരെ ഈ ജോലി തുടരാൻ എന്നെ അനുവദിക്കണം. അതിലാരും എന്നെ തടയരുത്. പ്രതിഭയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. വാ മോളെ, അകത്തേക്ക് വാ. വിച്ചുമോൻ എവിടെ? വാനോമ്മേ? അവനകത്തുണ്ട്, നീ വാ. വിനയ, എടാ വിനയ. അല്ല, ഇവനിത് എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. വിനയ, രാവിലെ ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാണല്ലോ. വിനയ, എടാ വിനയ. ഇവനിത് എവിടെ പോയതായിരിക്കും? കിട്ടുന്നില്ലല്ലോ. ഇവനിത് എവിടെ പോയതായിരിക്കും? എന്റെ അവസ്ഥ ഇതായി പോയതുകൊണ്ട് തൂങ്ങിച്ചാവാനും വിഷം വാങ്ങി കഴിക്കാനും പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ചു ദൂരം പോയാലേ റെയിൽവേ ട്രാക്കാ. ഞാനൊരു ട്രെയിന് വരുമ്പോ ആ ട്രാക്കിന് മുമ്പ് കയറി നിൽക്കും. ഇതുപോലെ ചെയ്യണം, ശ്രദ്ധിച്ചു ചെയ്യണം. ദാ ഇതുപോലെ കൈ ഉയർത്ത്. ആ പോട്ടെ പോട്ടെ. ഓക്കേ. എന്താ ചെയ്യാത്ത? ചെയ്യ. എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല.
വ്യായാമം ചെയ്തേ പറ്റൂ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? വ്യായാമം ചെയ്തേ പറ്റൂ. എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങക്ക് മാത്രം എന്താ ചെയ്ത കുഴപ്പം? നീ ആരാ എന്നോട് ദേ, മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിക്കും. നീ പോയി വിളിക്കടി, ഡോക്ടറെ വിളിക്കടി. വിളിക്കേ ഏയ്, ചെല്ലടി, പോയി വിളിക്കടി. നീ പോയി ഡോക്ടറെ വിളിക്കേ. വിളിക്കേ വിളിക്കേ. ഇനി ഇവിടെ നീ എന്തെങ്കിലും ചെയ്താ കൊന്നുകളെ നിന്നെ. എന്താ നോക്കുന്നേ? ഏയ്, ശ്യാം, വേണ്ട. എന്താ ഇവിടെ? ഇയാൾ സോനയെ മര്യാദയ്ക്ക് ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാ മതി. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ റിലേറ്റീവ്സിനെ ഇൻഫോം ചെയ്യും. വേറെ സ്ഥലം നോക്കിക്കോ. ശ്യാം ചെയ്തത് നല്ലൊരു കാര്യമാണ്. താങ്ക് യു ഡോക്ടർ. സോന വേണമെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. ഇന്നിന് എക്സർസൈസ് വേണ്ട. സാരില്ല ഡോക്ടർ, ഞാൻ ഓക്കെ. എങ്കിൽ ശരി, സോന ഇഷ്ടം. ആ, വേഗം എല്ലാരും പഴയ പോലെ ചെയ്തേ. മോളെ സോനെ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ ശ്യാമിന് നിന്നോടുള്ള സ്നേഹം? അതെനിക്ക് പണ്ടേ മനസ്സിലായതല്ലേ. അങ്ങനെയല്ല മോളെ, ശ്യാം ഒരുപാട് മാറിയിട്ടുണ്ട്. അവൻ ഒരു കുഴപ്പമില്ല. രോഗം മാറിയെങ്കിൽ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോക്കോ. പിന്നെ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇനി മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല. മോളെ പ്ലീസ്. ദയവ് ഇതെന്നെ ശല്യം ചെയ്യാതിരിക്കാവോ? ഇതെന്റെ വർക്കിംഗ് ടൈമോ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. മോളെ ചിരു, നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? അയ്യോ, എന്തിനാ മോളെ കരയുന്നേ? അല്ല, വിനയം വീട്ടിൽ വന്ന് വല്ല കുഴപ്പമുണ്ടാക്കിയോ? അതാണോ നീ വന്നത്? നിന്നെ ഇങ്ങോട്ട് അയക്കാന്ന് വിനയന് മാഷ് വാക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ പക്ഷെ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. അവൻ എന്തെങ്കിലും നാടകം കളിച്ച് മാഷിനെ സമ്മർദ്ദത്തിലാക്കി കാണും. മോളെ, എന്നാലും നിനക്കിഷ്ടമില്ല, നീ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ലായിരുന്നു. ചിരു, എടാ ചിരു, എടി നീ ഇങ്ങനെ കരയാതെ. ഇങ്ങനെ കരയുന്ന കാണാനുള്ള ശക്തി എനിക്കില്ല. സത്യം മോളെ ഞാൻ പറയുന്നു. നീ കരയുന്നത് എനിക്ക് സഹിക്കില്ല. നമുക്ക് കഴിഞ്ഞാലും മറക്കാം. നീ അടുത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല ചിരു. ഇവിടെ നിനക്ക് ഒന്നിനും ഒരു കുറവുമില്ലാതെ ഞാൻ നിന്നെ നോക്കിക്കോളാം. ഒന്ന് പറയച്ചാ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോ കടയിലൊക്കെ പോയിരിക്കാൻ പറ്റും. സർവീസ് ചെയ്യാൻ വേണ്ടി കൈ വഴങ്ങില്ല എന്നല്ലേ ഉള്ളൂ. സെയിൽസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പഴയ പോലെ ജോലി ചെയ്ത് കുടുംബം നോക്കി ജീവിച്ചോളാം. നമ്മുടെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇനി നീ എന്നെ വിട്ട് പോരുത് ചിരു. നീ ഇനി മക്കളെയും കുടുംബവും നോക്കി ഇവിടെ ഇരുന്നാൽ മതി ചിരു. ആ ജോലി അങ്ങ് ഒഴിവാക്കി. അതോടെ എല്ലാ പ്രശ്നവും തീരും. എന്താ ചിരു നീ ഇങ്ങനെ നോക്കുന്നേ? നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്കും കെട്ടുറപ്പിനും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് യാതൊരു മാറ്റമില്ല അല്ലേ? എന്റെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട. നിങ്ങൾ ഒഴിവാക്കേണ്ടി വന്നാൽ ആ ജോലി ഞാൻ ഉപേക്ഷിക്കില്ല. ആ, ഇരിക്കൂ. SP സാറ് വിളിച്ച് നിങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നു. എന്താ സംഭവം? ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ. ഞങ്ങൾ രണ്ടുപേരും ഗാർമെന്റ്സ് കമ്പനി നടത്തുന്നവരാണ് സർ. കടയിൽ നിന്നുള്ള ഓർഡറുകൾക്ക് പുറമെ ഏജൻസ് കൊണ്ടുവരുന്ന വലിയ ഓർഡറുകളും ഞങ്ങൾ സ്വീകരിച്ച് വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. സാധാരണയായി അത്തരം ഓർഡറുകൾ എടുക്കുമ്പോൾ
പകുതിയോളം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങാറുമുണ്ട് സർ. പക്ഷേ ഇത്തവണ ഏജന്റ് വിദേശ കമ്പനിയിലേക്ക് ഒരു ഓർഡർ തരികയും വലിയ ഓർഡറും വിദേശ കമ്പനിയും ആയതുകൊണ്ട് അഡ്വാൻസ് ഇല്ലെന്ന് പറയുകയും ചെയ്തു. എങ്കിലും രഘുവേട്ടൻ ആ ഓർഡർ ഏറ്റെടുത്ത് വർക്ക് പൂർത്തിയാക്കി. ഇപ്പോൾ ഏജന്റ് പറയുന്നത് ആ ഓർഡർ ക്യാൻസൽ ആയെന്നും അയാൾക്ക് ലോഡ് എടുക്കാൻ പറ്റില്ലെന്നുമാണ്. ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞ കമ്പനി അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരും സാർ. സാറേ, എന്ത് ചെയ്യണമെന്നറിയില്ല സാറേ. പലിശയ്ക്ക് കടമെടുത്തും ഭാര്യയുടെ കുഞ്ഞിന്റെ ആഭരണം വിറ്റും പണയും വെച്ചുമൊക്കെ ഞാൻ മെറ്റീരിയൽസ് എടുത്തത്. ഇങ്ങനെ ഒരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാർ. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല സാർ. സാർ എങ്ങനെയെങ്കിലും സഹായിക്കണം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് വല്ലതും ഉണ്ടായിരുന്നോ? വിദേശ കമ്പനിയിലേക്കുള്ള ഓർഡർ ആയതുകൊണ്ട് നിയമസാധ്യതയുള്ള എഗ്രിമെന്റ് ഒന്നുമില്ല. ഞാൻ ഏജന്റിനെയും അയാളുടെ വാക്കുകളെയും വിശ്വസിച്ചു പോയി സാർ. മെറ്റീരിയൽസ് എടുത്ത് വർക്ക് ചെയ്ത് കൊടുത്തോളാന്നുള്ളൊരു എഗ്രിമെന്റ് ഏജന്റുമായി ഉണ്ടായിരുന്നു. അതൊരിക്കലും നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കില്ല. അതെ സർ. നിങ്ങൾ ആ ഏജന്റിന്റെ നമ്പർ ഒന്ന് തരൂ. ഞാനൊന്ന് അയാളുമായിട്ട് സംസാരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. സാർ, ഇനി നമുക്ക് പുതിയ കുറച്ച് ഡിസൈൻസ് ലോഞ്ച് ചെയ്യണം. സൊസൈറ്റിയുടെ ഫാഷൻ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ഡിസൈൻ ആയിരിക്കണം ഇനി ഇവിടുത്തെ ട്രെൻഡ്. ഇതാരാ, പരിചയമില്ലാത്തൊരു നമ്പറാണല്ലോ. ഹലോ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CA ആണ്. നിങ്ങൾ ഈ ഗാർമെന്റ് കമ്പനികളുടെ ഓർഡറൊക്കെ എടുക്കുന്ന ഏജന്റ് അല്ലേ? അതെ സാർ. നിങ്ങളെക്കുറിച്ചൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഹലോ, കേൾക്കുന്നില്ലേ? അത് സാർ, ഞാനിന്ന് കുറച്ച് ബിസിയാണ്. 1-2 ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആൾക്കാരെ പറ്റിക്കാനുള്ളതിന്റെ ക്ലയന്റ് മീറ്റിംഗ് ഒക്കെ എനിക്കറിയാം. എത്രയും പെട്ടെന്ന് സ്റ്റേഷൻ എത്തിക്കണം. ഇല്ലേ അവിടെ വന്ന് തന്നെ ഞാൻ പൊക്കിക്കൊണ്ടുവരും. ഞാൻ വരാം സാർ. അങ്ങനെ വഴിക്ക് വാ. മര്യാദക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. ശരി സാർ. അവൻ വരും. വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. CI വിളിച്ചത്, എന്നോടങ്ങോട്ട് ചെല്ലാൻ. പണിയാവോ? ഏതായാലും പോയി നോക്കാം. അങ്ങോട്ടിരിക്കും. ഇരുന്നു. പ്രതിഭയെ, കുറച്ച് കഴിയുമ്പോൾ ആഹാരം കൊടുക്കണം. ഫുഡ് റെഡിയായി കാണുമല്ലോ അല്ലേ? എല്ലാം റെഡിയാണ് സർ. വിളമ്പേണ്ട താമസമേ ഉള്ളൂ. നിനക്കൊരു ബുദ്ധിമുട്ടായല്ലേ പ്രതിഭേ? അതെങ്ങനെയാ ചേച്ചി? നിങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ലല്ലോ ഞാനിവിടെ നിന്നത്. എന്റെ നിർബന്ധം കൊണ്ടല്ലേ. ഞാനായിട്ട് ഏറ്റെടുത്ത ജോലിയല്ലേ ഇതൊക്കെ.